എങ്ങനെയുണ്ട് ശക്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. എത്ര ആളുടെ അറിയാം? ഞാൻ 3 വർഷമായിട്ട്. 3 വർഷമായിട്ട്. നേരത്തെ എടുത്തോട്ടുണ്ടോ പശുക്കളൊക്കെ? എങ്ങനെയുണ്ട് നേരത്തെ എടുത്ത പശുക്കളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അണ്ണ ടോട്ടൽ എവിടെ മാട് വാങ്ങിയിരിക്കുന്നത്? 50 மாடு. 50 വാങ്ങി. എവിടത്തൊക്കെ പോകുന്നുണ്ട് കേരളത്തില്? பாலா போகுது இவருக்கு அசேட்டாக்கு. அப்புறம் திருவனந்தபுரம், കൊല്ലം, തൃശ്ശൂർ, വയനാട് പോകും. 3-4 ജില്ലയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഒരു 20 ലിറ്റർ ദിവസം കിട്ടുന്ന രീതിയിലുള്ള പശുക്കളെ എടുത്തേക്കുന്നത് അല്ലേ? അത്യാവശ്യം നല്ല ബ്രീഡിലുള്ള പശുക്കളാണ്. ഇവിടെ ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? ജോബിൻ. സ്ഥലം എവിടെയാ? പ്രവർത്തനം പാലയാണ്. പശു വളർത്തലാണോ? വർഷങ്ങൾ എത്ര വർഷങ്ങളായിട്ട്? ഇപ്പൊ ഒരു 8 വർഷമായിട്ട്. 8 വർഷമായിട്ട് ഈ ഒരു മേഖലയാണ്. ഇപ്പൊ എത്ര പശുക്കളുണ്ട് നമുക്ക്? ഒരു 30 എണ്ണം ഉണ്ട്. 30 ഉണ്ട്. ഇപ്പൊ നല്ല ഇന്നത്തെ എടുക്കാൻ വന്നിട്ടുണ്ട്. ഇന്നിപ്പോ 3 എണ്ണം എടുത്തു. 3 നമ്മൾ ഈ ബാക്ക് ഏതൊക്കെ പശുക്കളാണ്? ബാക്കിൽ നിന്ന് പശുക്കളാണ്. ലാസ്റ്റ് HF-ന്റെ. ഓക്കെ. അപ്പൊ ഇനി അപ്പുറം 2 എണ്ണം ഉണ്ട്. 20 ദിവസം കൂടെ ഉണ്ട്. പ്രസവിച്ചതാണോ പ്രസവിക്കാതെയാണോ? പ്രസവിച്ചതാ. 2 പ്രസവിച്ച് 2 പ്രസവിക്കാനുള്ള പശുക്കളെ എടുത്തത്. ജോലിക്കാരൊക്കെ ഉണ്ടോ? എത്ര ജോലിക്കാരുണ്ട്? ഒരു ഫാമിലി എടുത്തു. അവർക്ക് എന്ത് ശമ്പളം കൊടുക്കുന്നുണ്ട് നമുക്ക്? അവർക്ക് 40 രൂപ. 40,000 ഒരു മാസം കൊടുക്കും. 30 പശുക്കളെ നോക്കിക്കോളും. ഓക്കെ. നമ്മൾ പാല് എന്താ ചെയ്യുന്നത് നോർമലി? പാല് ഹോട്ടലിൽ കൊടുക്കും, സൊസൈറ്റി കൊടുക്കുന്നുണ്ട്, പിന്നെ വീട് വഴി കൊടുക്കും. ഓക്കെ. എത്ര ലിറ്റർ? 1 ലിറ്റർ നമുക്ക് വില ഉണ്ടെങ്കിൽ? വീട് വഴിയാണെങ്കിൽ 60 രൂപ, കടയിലാണെങ്കിൽ 52 രൂപ. 52 നമുക്ക് കിട്ടുന്നുണ്ട്. സൊസൈറ്റിയിലോ? സൊസൈറ്റി 48 രൂപ, 45-48 രൂപ കിട്ടുന്നുണ്ട്. HF പശുക്കളാണോ കൂടുതലും? അതെ. എല്ലാം മെഷീൻ കറവ തന്നെയാണ്. കൈക്കറവയാണ്. അപ്പൊ പുറത്തുനിന്ന് പശുക്കളെ എടുക്കാൻ നമുക്ക് എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ എടുക്കുന്ന എല്ലാം തമിഴ്നാട് പശുക്കളായിരുന്നു എടുക്കുന്നത്. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? പുറത്ത് ഇപ്പൊ നമ്മള് പുതുതായിട്ട് ആൾക്കാർ ഇവിടെ വന്ന് എടുക്കാറുണ്ട്. അപ്പൊ ചേട്ടൻ ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പശുക്കൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കും? പിന്നെ എടുത്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരാറുണ്ട്? ചെന്ന് കഴിയുമ്പോൾ തൈലേറിയയുടെ ടെസ്റ്റ് ചെയ്യും, ഉടനെ ചെയ്യാറുണ്ട്. ഓക്കെ. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മൾ പശുക്കളെ നോക്കിയെടുക്കുമ്പോൾ ഇപ്പൊ എത്ര ലിറ്റർ പാലുള്ള പശുക്കളൊക്കെ നിൽക്കുന്നത് മാക്സിമം ഒരു ദിവസം? ഇതിപ്പോ 20 ലിറ്റർ വെച്ച് ദിവസം കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ പശു കേട്ടോ. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഒരു 20 ലിറ്റർ ദിവസം കിട്ടുന്ന രീതിയിലുള്ള പശുക്കളെ എടുത്തേക്കുന്നത് അല്ലേ? അത്യാവശ്യം നല്ല ബ്രീഡിലുള്ള പശുക്കളാണ്. ഇവിടെ ബാക്കി ചാനയാണ് ഇപ്പുറത്തേക്കുന്നത് അല്ലേ? അതിനപ്പുറത്തേക്ക് ചാന പശുക്കൾ എടുത്തിട്ടുണ്ട്. HF പശുക്കൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം നമുക്ക് എത്ര പ്രൈസ് റേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് ആവറേജ്? ഇത് ഇപ്പൊ 1.25. 1,25,000 കാലമായി. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൃഷ്ണഗിരിയിൽ നിന്നായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഇവിടുന്നാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ഇപ്പൊ കുറച്ച് ആളായി എടുത്തിട്ട്. ശക്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. പുള്ളി എടുത്തത്. എങ്ങനെയുണ്ട് ശക്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എത്ര ആളുടെ അറിയാം? ഞാൻ 3 വർഷമായിട്ട്. 3 വർഷമായിട്ട്. നേരത്തെ എടുത്തോട്ടുണ്ടോ പശുക്കളൊക്കെ? എങ്ങനെയുണ്ട് നേരത്തെ എടുത്ത പശുക്കളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഓക്കെ. താങ്ക്സ്. അണ്ണ ടോട്ടൽ എവിടെ